ഹലോ ഗായ്സ്, വെൽക്കം ടു ഗ്ലേസിയാർട്ടി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഏത് ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഇതിൽ ബിസിനസ് കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ വന്നിട്ടുള്ള എലമെൻസിനെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു മെത്തേഡിന് പകരം A4 ഷീറ്റിലോ A3 ഷീറ്റിലോ ഡയറക്റ്റ് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന മെത്തേഡും ഉണ്ട്. എന്നാൽ എനിക്കൊന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷം താഴെയുള്ള എലമെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിനകത്താണ് നമ്മൾ കുട്ടിയുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഫോട്ടോസിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിനെ ഇതിൽ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കോർണറൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് മാറി മാറിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊന്നുകൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ടെക്സ്റ്റ് എലമെൻ്റ് എടുത്തിട്ട് അതിൽ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട രൂപത്തിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു സൈസിൽ തന്നെ നമുക്ക് ടെക്സ്റ്റിനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് റീഡബിൾ ആയിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കാം ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കൂടുതൽ ഫാൻസി ടൈപ്പ് ഫോണ്ട് കുട്ടികൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് വേണമെങ്കിൽ മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു പല പല കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്രീൻ ടൈപ്പിലേക്കാണ് ഇത് മാറ്റിയിട്ടുള്ളത്. ചെറിയ മക്കളാകുമ്പോൾ ഒന്നുകൂടെ കളർഫുൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവർക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും എലമെൻസിൽ പോയിട്ട് നമ്മൾ ഒരു ഫ്രെയിമോടെ സെലക്ട് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ആ ഒരു ഫ്രെയിം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ശേഷം ഫ്രെയിമിൻ്റെ കളറ് വൈറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ് സ്റ്റാൻഡേർഡെന്നോ ക്ലാസ് എന്നോ ഡിവിഷന് അതുപോലെ സബ്ജക്റ്റ് സ്കൂളിൻ്റെ നെയിമൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അഥവാ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ കണ്ടിട്ട് പേര് മാത്രം എഴുതുന്നതായിരിക്കാം ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന് ശേഷം നമ്മളിതെല്ലാം വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാണ്. അതിനുശേഷം ഗാലറി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് കുട്ടിയുടെ ഫോട്ടോ ഈ ഫ്രെയിമിലേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇത് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് PNG ആയിട്ട് സേവ് ചെയ്യാണ്. ഇതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഫോട്ടോസിനെയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയൊക്കെ നമ്മൾ PNG ആയിട്ട് സേവ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ A3 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. A3 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത ശേഷം ഗാലറി ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസിനെയൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ടൈപ്പിൽ 15 നെയിം സ്ലിപ്പും മറ്റൊരു ടൈപ്പിൽ 15 നെയിം സ്ലിപ്പാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 ഫോട്ടോസ് ഇതിലേക്ക് അപ്ലോഡായ ശേഷം ഇവയൊക്കെ ഞാൻ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെയിം സ്ലിപ്പ് മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. A3 ഷീറ്റിൽ 30 പീസ് നമ്മൾ വേണ്ട രീതിയിൽ സൈസിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ അതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ 15 ചെയ്ത ശേഷം ബാക്കി 15 ഞാൻ യൂണിക്കോൺ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ തീം അതുപോലെ മോഡൽ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. ബാക്കി 15 ഫോട്ടോസ് കൂടെ ആവശ്യമായ രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് ആണ് ചെയ്യുക കേട്ടോ. ലേസർ പ്രിൻറ്റിംഗ് ഒക്കെ ഉള്ള ഷോപ്പിലോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലോ പോയാൽ നമുക്കിത് ചെയ്ത് കിട്ടും. A4ലും വേണമെങ്കിൽ ചെയ്യാം. നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് A3 ആണ്. അതായിരിക്കാം ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ഉള്ള ഇമേജ് ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല വൃത്തിയുണ്ട്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് സ്ക്രീനിൻ്റെ മുകൾ വശത്തുള്ള മുകളിലേക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് PDF പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുക്കും. A3 ഷീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആദ്യം വെച്ചതാണ്. അതിനുശേഷം നമ്മളിത് ഓരോ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പറിച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
ഇതുപോലെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, എന്നാൽ കുറച്ച് ക്ഷമ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നെയിം സ്ലിപ്പ് വേണ്ടവർക്ക് നമ്മളെ പേജ് ഗ്ലേസിയാർട്ടി എന്നുള്ള പേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.